ഡെൻമാർക്കിന് കീഴിലെ സ്വയംഭരണ പ്രദേശവും ലോകത്തെ ഏറ്റവും വലിയ ദ്വീപുമായ ഗ്രീൻലാൻഡ് വേണമെന്ന് US ആവർത്തിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് സൈനികരെ അയച്ച യൂറോപ്യൻ രാജ്യങ്ങൾ. US ഉൾപ്പെട്ട സൈനിക സഖ്യമായ നാറ്റോയിലെ അംഗങ്ങളായ ഫ്രാൻസ്, സ്വീഡൻ, ജർമ്മനി, നോർവ എന്നീ രാജ്യങ്ങളുടെ സൈനികർ വ്യാഴാഴ്ച ഗ്രീൻലാൻഡിലെത്തി. ദ്വീപിന്റെ കാര്യത്തിൽ US-ഉമായി ഡെൻമാർക്കിന്റെയും ഗ്രീൻലൻഡിന്റെയും പ്രതിനിധികൾ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണിത്. ചർച്ചയിൽ അടിസ്ഥാനപരമായ ഭിന്നതകൾക്ക് പരിഹാരമായില്ലെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. നിരീക്ഷണത്തിനായാണ് തങ്ങളുടെ സൈന്യത്തെ ഗ്രീൻലൻഡ് തലസ്ഥാനമായ നൂക്കിൽ വിന്യസിക്കുന്നതെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ബുധനാഴ്ച പ്രഖ്യാപിച്ചു. ഗ്രീൻലാൻഡ് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഗ്രീൻലൻഡിന്റെയും ഡെൻമാർക്കിന്റെയും വിദേശകാര്യമന്ത്രിമാർ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുത്തു. എന്നാൽ അടിസ്ഥാനപരമായ വിയോജിപ്പുകളൊന്നും കൂടിക്കാഴ്ചയിൽ പരിഹരിക്കാനായില്ലെന്നും ദ്വീപ് പിടിക്കാനുള്ള ട്രംപിന്റെ ഇംഗിതം വളരെ സ്പഷ്ടമായെന്നും ചർച്ചയ്ക്ക് ശേഷം ഡാനിഷ് വിദേശകാര്യമന്ത്രി ലാർസ് ലോക്ക് റൂസ്മുസെൻ പറഞ്ഞു. ചർച്ചയിൽ സൈനിക നടപടിയിലൂടെയല്ലാതെ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൽ നിന്ന് വില കൊടുത്തു വാങ്ങാനുള്ള സാധ്യതയും US മുന്നോട്ട് വെച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ദ്വീപിൽ നാറ്റോ കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്നും അവരുടെ കൂടുതൽ കപ്പലുകളും സേനാ വിമാനങ്ങളും എത്തുമെന്നും ഗ്രീൻലാൻഡ് ഉപപ്രധാനമന്ത്രി മ്യൂട്ട് എഗ്ഗെട്ട് പറഞ്ഞു. ആർട്ടിക്കിലെ സുരക്ഷ ശക്തമാക്കാൻ ഒരു പ്രവർത്തക സംഘമുണ്ടാക്കിയിട്ടുണ്ടെന്നും US-ന്റെ മോഹം തടയാനുള്ള എല്ലാ ശ്രമങ്ങളും തുടർന്നും നടത്തുമെന്നും ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ പറഞ്ഞു. ഡെൻമാർക്കിന്റെ ക്ഷണപ്രകാരമാണ് നൂക്കിലേക്ക് സേനയെ അയക്കുന്നതെന്നും ചൈനയും റഷ്യയും ആർട്ടിക് മേഖലയിൽ ഉയർത്തുന്ന ഭീഷണി നേരിടാനാണിതെന്നും ജർമ്മനി പറഞ്ഞു. ആദ്യ ബാച്ച് ഫ്രഞ്ച് സൈന്യം നൂക്കിലേക്ക് പുറപ്പെട്ടെന്നും ബാക്കിയുള്ളവർ ഉടനെത്തുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. യൂറോപ്യൻ ദൌത്യത്തിന്റെ ഭാഗമായി ഒരു സൈനിക ഉദ്യോഗസ്ഥനെ അയക്കുമെന്ന് നെതർലാൻഡ്സ് അറിയിച്ചു. അതേസമയം ആർട്ടിക് മേഖലയിൽ റഷ്യയും ചൈനയും ഭീഷണിയാകുമെന്ന വ്യാജ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗ്രീൻലൻഡിൽ നാറ്റോ നടത്തുന്ന സൈനിക വിന്യാസം ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് റഷ്യ പറഞ്ഞു.